ഞാൻ അതിനു മുമ്പ് മറ്റൊന്ന് കാണിക്കുന്നു. മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവായി അവര് തന്നെ പരിചയപ്പെടുന്ന ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യന്റെ ബഹുമാനം ചെറുതല്ല കേട്ടോ. അത് ഞാൻ ശേഷം പറയും. ഇബ്നു തൈമിയ്യ പറയുന്നത് കേട്ടോ, അദ്ദേഹത്തിന്റെ ഫതാവയാണിത്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തോട് ചോദ്യമാണ്, അമ്മൻ ഹല്ലല 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരാൾ വാഹിദാഹുൽ മയ്യിത്തി, എന്റെ മയ്യിത്തിന് ഹദിയ ചെയ്തു, യകൂനു ബറാഅത്തൻ ലിൽ മയ്യിത്തി മിനന്നാർ, അത് നരകത്തിൽ നിന്ന് മയ്യിത്തിന് ഒരു മോചനമാകും. 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ഹദീസുൻ സഹീഹുൻ അം ലാ, ഇത് സഹീഹായ ഹദീസാണോ അല്ലേ? വൈദാ ഹല്ലലിൽ ഇൻസാനു, മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ വാഹിദാഹുൽ മയ്യിത്തി, എന്റെ മയ്യിത്തിന് ഹദിയ ചെയ്താൽ യസിലു ഇലൈഹി സവാബുഹു അം ലാ, അതിന്റെ കൂലി മയ്യിത്തിന് ചേരുമോ ഇല്ലേ? ഇബ്നു തൈമിയ്യയോടാണ് ചോദ്യം. ഇബ്നു തൈമിയ്യന്റെ മറുപടി ഫഅജാബ, ഇബ്നു തൈമിയ്യന്റെ മറുപടി ഇദാ ഹല്ലലൽ ഇൻസാനു ഹകദാ, ഇപ്രകാരം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 മറ, അതെ 70,000 പ്രാവശ്യം ചൊല്ലിയാൽ, ഔ അഖല്ല, അല്ലെങ്കിൽ 70,000 കുറച്ച് ചൊല്ലിയാൽ, ഔ അക്സറ, അല്ലെങ്കിൽ 70,000 അധികം ചൊല്ലിയാൽ, വഉഹദിയത്തി ഇലൈഹി, എന്നിട്ടത് മയ്യിത്തിന്റെ പേരിൽ ഹദിയ ചെയ്യപ്പെട്ടാൽ, നഫഅഹുല്ലാഹു ബിദാലിക, അതുകൊണ്ട് മയ്യിത്തിന് ഫലം അല്ലാഹ് കൊടുക്കും കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഹദിയ ചെയ്താൽ മയ്യിത്തിന് ഫലം അല്ലാഹ് കൊടുക്കും കേട്ടോ. വലൈസ ഹദാ ഹദീസൻ സഹീഹൻ വലാ ദഈഫൻ, ഇത് സഹീഹോ ദഈഫോ ആയ ഹദീസല്ല, ഇത് മത നിയമമാണ്. ആരാ പറയുന്നു? ഇബ്നു തൈമിയ്യ. ഓ മൗലവി, നിങ്ങളെ ഇബ്നു തൈമിയ്യ ഹദീസ് കാണാത്ത ആളാണോ? അൽ മലായികത്തു യുഅമ്മിനൂന എന്നത് കാണാത്ത ആളാണോ? അദ്ദേഹം വിവരം കെട്ടവനാണോ? എന്നാൽ നിങ്ങളുടെ പത്രമായ വിചിന്തനമാണ് നീ വായിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഖുർആനും ഹദീസും പോലെ, ഖുർആനും ഹദീസും പോലെയാണ് ഇബ്നു തൈമിയ്യയുടെ വാചകം. എന്താ പറഞ്ഞു കേട്ടോ? ഖുർആനും ഹദീസും തള്ളുന്നതും ഇബ്നു തൈമിയ്യയും ഇബ്നു അബ്ദുൽ വഹാബിനെ തള്ളുന്നതും ഒരുപോലെയാണ്. പൗരോഹിത്യം അത് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത് വിചിന്തനം, മുജാഹിദിന്റെ പത്രം, 2005 ഫെബ്രുവരി 25. നോക്കോ, വിചിന്തനം. ഇബ്നു തൈമിയ്യയുടെയും മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ആശയങ്ങൾ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ്. ഇബ്നു തൈമിയ്യയുടെയും ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ആശയം വിഷലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ്. അപ്പൊ അല്ലാഹുവിന്റെ തുല്യനാണ് ഇബ്നു തൈമിയ്യ, അല്ലാഹുവിന്റെ കലാം പോലെയാണ് ഇബ്നു തൈമിയ്യയുടെ വാചകം എന്ന് വിശ്വസിക്കുന്ന മുജാഹിദേ, പൗരോഹിത്യമല്ലേ ഇത്? ഖുർആനിന് തുല്യമായൊരു പണ്ഡിതന്റെ വാചകമുണ്ടോ? ആ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫതാവയിലാണ് മുജാഹിദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിന്റെ മഹത്വം പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞങ്ങളെ ശാഫിഈ മദ്ഹബിലെ ഇമാമായ ഇമാം നവവിയെ കുറിച്ച് നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞില്ലേ? നവവി ഇമാം മൗനജാത് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ?